വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ബി.ജെ.പി നിൽക്കുന്നത്. പ്രതിപക്ഷത്തെ പിളർത്താൻ ബി.ജെ.പി കിണഞ്ഞു ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല. പിന്നാലെയാണ് ബി.ജെ.പി പാർലമെന്റിൽ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായി കീഴടങ്ങിയത്. എന്നാൽ ആ പക ഇന്നും കനലായി ബി.ജെ.പി അവരുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ ബി.ജെ.പിയുടെ തിണ്ണമിടുക്കിനെ തടയാമെന്നും അനാവശ്യമായ ബില്ലുകൾ ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്ന ഏർപ്പാട് ഇല്ലാതാക്കാം എന്നും ബി.ജെ.പി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ബില്ല് പരാജയപ്പെട്ട് ആഴ്ച 1 തികയുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകി 6 എംപിമാർ കൂടുമാറുകയാണ്. എ.പി എന്ന പാർട്ടിയെ പിളർത്തിയാണ് എംപിമാർ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് കൂടുമാറിയിരിക്കുന്നത്. എ.പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ കുറ്റമുക്തനായതോടെ എ.പി വീണ്ടും രാജ്യത്ത് ശക്തി പ്രാപിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അണികൾ. അവിടെയാണ് ബി.ജെ.പി തനിക്കോണം കാണിച്ച് പാർട്ടിയെ പിളർത്തിയത്. യുവ നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ചദ്ദയാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. ചദ്ദയും മറ്റ് 6 എംപിമാരും ബി.ജെ.പിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യസഭയിലേക്കുള്ള പുനർനാമനിർദ്ദേശത്തിൽ പാർട്ടി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് നീക്കമെന്നാണ് സൂചനകൾ വന്നിരിക്കുന്നത്. രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടിയുടെ മുന്നിൽ 2 ഭാഗം അംഗങ്ങളും ഭരണകക്ഷിയായ ബി.ജെ.പിയുമായി ലയിക്കുകയാണെന്ന് രാഘവ് ചദ്ദ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാതെ തന്നെ ഇവർക്ക് ബി.ജെ.പിയിൽ ചേരാനാകും. എ.പി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന ചദ്ദയുടെ മാറ്റം ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഘവ് ചദ്ദ പാർട്ടി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു. അപ്പോൾ തന്നെ കൂടുമാറ്റം മണത്തു തുടങ്ങിയതാണ്. തന്നെ പാർട്ടി തഴഞ്ഞുവെന്ന വികാരം ചദ്ദയ്ക്കുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചദ്ദയ്ക്കൊപ്പം മറ്റ് 6 എംപിമാർ കൂടി പാർട്ടി വിടുന്നതോടെ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് ഗണ്യമായി കുറയും. രാജ്യസഭയിലെ ആകെ 10 എ.പി എംപിമാരിൽ 7 പേരും ബി.ജെ.പിയിൽ ചേരുന്നതിനാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത ഇവരെ ബാധിക്കില്ല. മുതിർന്ന നേതാക്കളായ അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവർക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയാണ് ചദ്ദ നിർണായക പ്രഖ്യാപനം നടത്തിയത്. രാഘവ് ചദ്ദയ്ക്ക് പുറമെ എ.പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സ്വാതി മലിവാൾ, മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് എന്നിവരും പാർട്ടി വിടാനിരിക്കുകയാണെന്നാണ് വിവരം. അധ്യാപകനായിരുന്ന സന്ദീപ് പഥക്, വ്യവസായികളായ അശോക് മിത്തൽ, രാജേന്ദർ ഗുപ്ത, സംരംഭകനും സാമൂഹിക പ്രവർത്തകനുമായ വിക്രം സാഹ്നി എന്നീ എ.പി നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേക്കേറാൻ ഇരിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടി വിടാനുള്ള തീരുമാനം പ്രഖ്യാപിക്കവേ എ.പി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഘവ് ചദ്ദ ഉന്നയിക്കുന്നത്. എന്റെ ജീവിതത്തിലെ 15 വർഷങ്ങൾ ഞാൻ ആം ആദ്മി പാർട്ടിക്കായി നൽകി. എന്നാൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ പാർട്ടി ഇന്ന് ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നുവെന്നും തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തിയാണ് താനെന്നും അതുകൊണ്ട് തന്നെ പാർട്ടി വിട്ട് ജനങ്ങളിലേക്ക് അടുക്കുകയാണ് എന്നും രാഘവ് ചദ്ദ പറയുന്നുണ്ട്. രാജ്യസഭയിലെ എ.പിയുടെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തു നിന്ന് ചദ്ദയെ മാറ്റി അശോക് മിത്തലിനെ നിയമിച്ചത് മുതൽ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പുകയുകയായിരുന്നു. പഞ്ചാബിൽ നിന്നുള്ള എംപിമാർക്കിടയിൽ കെജ്രിവാളിന്റെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പും കൂട്ടരാജിക്കുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഡൽഹിയിലും പഞ്ചാബിലും വലിയ ശക്തിയായ എ.പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തങ്ങളുടെ പ്രമുഖ മുഖങ്ങളെല്ലാം ബി.ജെ.പിയിലേക്ക് മാറുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമെന്ന സൂചനയും രാഘവ് ചദ്ദ നൽകിയിട്ടുണ്ട്. ഇതോടെ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തെ ആ പാർട്ടി തന്നെ ഒന്നാകെ ബി.ജെ.പിക്ക് കീഴടങ്ങുന്ന സ്ഥിതിഗതികളിലൂടെയാണ് ആം ആദ്മി പാർട്ടി കടന്നു പോകുന്നതെന്നും പറയേണ്ടി വരും.